ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് സിദ്ധാർത്ഥ എന്ന ഹെർമൻ ഹെസ്സയുടെ ഒരു ജർമ്മൻ നോവൽ ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സിദ്ധാർത്ഥ ഈസ് എ 1922 നോവൽ ബൈ ഹെർമൻ ഹെസ്സെ that deals with the spiritual journey of self-discovery of a man named Siddhartha. സിദ്ധാർത്ഥ എന്ന പേരുള്ള ഒരാളുടെ സ്വന്തം ആത്മാവിനെ തേടിയുള്ള ഒരു യാത്രയാണ്. ആത്മീയമായ യാത്രയിൽ ഗൗതമ ബുദ്ധയുടെ കാലഘട്ടത്തിൽ സിദ്ധാർത്ഥ എന്ന പേരുള്ള ഒരാൾ. ദ ബുക്ക് Hermann Hesse's 9th novel was written in German in a simple lyrical style. ഹെസ്സയുടെ ഈ 9ാമത്തെ നോവൽ ജർമ്മൻ ലാംഗ്വേജിൽ എഴുതപ്പെട്ട ഈ ഒരു നോവല് ഒരു ലിറിക്കൽ സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ US in 1951 and became influential during 1960s. 1951 US പബ്ലിഷ് ചെയ്യപ്പെട്ടു. പിന്നീട് 1960s വളരെയധികം സ്വാധീനിക്കപ്പെട്ട ഒരു നോവലായി തീരുകയാണ് സിദ്ധാർത്ഥ എന്ന ഹെർമൻ ഹെസ്സയുടെ നമ്മൾ ഇപ്പോൾ പ്രതിപാദിക്കുന്ന ഈ നോവൽ. അപ്പോൾ ഹെസ്സെ ഡെഡിക്കേറ്റഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ടു റൊമൈൻ റോളൻഡ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ടു വില്യം ഗുണ്ടർട്ട്, ഹിസ് കസിൻ. ഇതിലെ ആദ്യത്തെ ഭാഗം റൊമൈൻ റോളൻഡിനും രണ്ടാം ഭാഗം വില്യം ഗുണ്ടർട്ടിനും ആണ് ഹെർമൻ ഹെസ്സെ ഈ നോവലിൻ്റെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദ വേർഡ് സിദ്ധാർത്ഥ ഇസ് മേഡ് അപ്പ് ഓഫ് 2 words ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. സിദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുത്തവൻ എന്നർത്ഥത്തിൽ, സിദ്ധിച്ചവൻ എന്നാണ്. അർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാസ് സെർച്ച്ഡ് ഫോർ, എന്താണോ തേടിക്കൊണ്ടിരുന്നത് അതിനെ അച്ചീവ് ചെയ്ത ഒരു വ്യക്തി എന്ന അർത്ഥത്തിലാണ് സിദ്ധാർത്ഥ. So which together means who has found the meaning of existence, or he who has attained his goals. ലക്ഷ്യം നേടിയവൻ എന്നർത്ഥം ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. In fact, Buddha's own name before his renunciation was Siddhartha Gautama. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ബുദ്ധൻ്റെ തന്നെ പേര് അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥ ഗൗതമ എന്നായിരുന്നു. കപിലവസ്തുവിലെ പ്രിൻസ് ആയിരുന്നു. സോ ഇൻ ദിസ് ബുക്ക് ബുദ്ധ ഈസ് റെഫേർഡ് ടു ആസ് ഗോതമ. ഇതിൽ ബുദ്ധനെ ഗോതമ എന്ന അർത്ഥത്തിലാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ an ancient kingdom of കപിലവസ്തു. നമുക്ക് ഇതിൻ്റെ പ്ലോട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. കപിലവസ്തു കിങ്ഡത്തിലാണ് ഈ സംഭവം, ഈ കഥ നടക്കുന്നത്. സിദ്ധാർത്ഥ ഡിസൈഡ്സ് ടു ലീവ് ഹിസ് ഹോം ഇൻ ദ ഹോപ്പ് ഓഫ് ഗെയിനിങ് സ്പിരിച്വൽ ഇലുമിനേഷൻ ബൈ ബിക്കമിങ് ആൻ അസറ്റിക് വാണ്ടറിങ് ബെഗർ ഓഫ് ദ സമന. സമനകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ടായിരുന്നു. അതായത് ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാം പരിത്യജിച്ചുകൊണ്ട് ആത്മീയതയെ തേടിയുള്ള യാത്രയിലായിരിക്കും അവർ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫിസിക്കൽ ബോഡി, അതിൻ്റെ ആവശ്യങ്ങൾ, ഡിസയേഴ്സ് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയിലാണ് അവർ. അതാണ് അവരുടെ ഒരു സ്റ്റൈല്. അവരുടെ ലക്ഷ്യം പൂർണ്ണമായും ആത്മീയത തന്നെയാണ്. സോ ജോയിൻഡ് ബൈ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗോവിന്ദയോടൊപ്പം സിദ്ധാർത്ഥ ഫാസ്റ്റ് ചെയ്യുന്നു, ബിക്കംസ് ഹോംലെസ്, വീട് വിട്ടിറങ്ങിപ്പോവാണ്, റിനൗൺസസ് ഓൾ പേഴ്സണൽ പൊസഷൻസ്, വ്യക്തിപരമായ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് വളരെ തീവ്രമായ മെഡിറ്റേഷനിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥ എന്ന പ്രധാനപ്പെട്ട കഥാപാത്രം, പ്രൊട്ടാഗണിസ്റ്റ്. സോ ഇവഞ്ച്വലി സ്പീക്കിംഗ് ആൻഡ് പേഴ്സണലി സ്പീക്കിംഗ് വിത്ത് ഗൗതമ, ദ ഫേമസ് ബുദ്ധൻ എന്നറിയപ്പെടുന്ന ഗൗതമനോട് സംസാരിക്കുന്നു. അതുപോലെ ആഫ്റ്റർവേർഡ്സ് ബോത്ത് സിദ്ധാർത്ഥ ആൻഡ് ഗോവിന്ദ അക്നോളജ് ദ എലഗൻസ് ഓഫ് ബുദ്ധാസ് ടീച്ചിങ്സ്. ബുദ്ധൻ്റെ അധ്യാപനത്തിൻ്റെ ആ ഒരു
ഗുണമേന്മയെ അവർ ബോധ്യപ്പെടുകയും. Although Govinda hastily joins Buddha's order, ഗോവിന്ദ എത്രയും പെട്ടെന്ന് തന്നെ ബുദ്ധൻ്റെ ആ ഒരു ക്രമം സ്വീകരിക്കുകയും, അതേസമയം സിദ്ധാർത്ഥ അത്ര പെട്ടെന്ന് ഫോളോ ചെയ്യാൻ റെഡിയായില്ല. ക്ലെയിമിംഗ് ദാറ്റ് ബുദ്ധാസ് ഫിലോസഫി though supremely wise does not account for the necessarily distinct experiences of each person. ഓരോ വ്യക്തിക്കും തനതായ ആത്മീയ അനുഭവങ്ങൾ നേടിക്കൊടുക്കാൻ പ്രാപ്തമല്ല എന്ന ഒരു തോന്നൽ കൊണ്ട് തന്നെ അന്ധമായി ഫോളോ ചെയ്യാൻ തയ്യാറാവാത്ത സിദ്ധാർത്ഥ തുടർന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഹി ആർഗ്യൂസ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ സീക്സ് an absolutely unique personal meaning that cannot be presented to him by a teacher. He thus resolves to carry on his quest alone. ഒരു അധ്യാപകന് പകർന്നു നൽകാൻ പറ്റുന്നതല്ല യഥാർത്ഥ അനുഭവമെന്ന് തിരിച്ചറിഞ്ഞ സിദ്ധാർത്ഥ വീണ്ടും അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സോ സിദ്ധാർത്ഥ ക്രോസസ് എ റിവർ. സിദ്ധാർത്ഥ ഒരിക്കലൊരു റിവർ ക്രോസ് ചെയ്യാണ്, നദിയിലൂടെ. ആൻഡ് ദ ജനറസ് ഫെറിമാൻ ഹൂം സിദ്ധാർത്ഥ ഈസ് അണേബിൾ ടു പേ. സിദ്ധാർത്ഥന് പണം നൽകാൻ കഴിയാത്ത ഈ ഫെറിമാൻ, അതായത് അദ്ദേഹത്തെ തോണിക്കാരനെ പണം നൽകാൻ കഴിയാതിരുന്ന സിദ്ധാർത്ഥന് മെറിലി predicts that Siddhartha will return to the river later to compensate him in some way. ഇദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ തിരിച്ച് ഇദ്ദേഹം ഇവിടെ എത്തുമെന്ന് പറയുകയാണ്. വെഞ്ചറിങ് ഓൺവേർഡ് ടുവാർഡ്സ് സിറ്റി ലൈഫ്. പിന്നീട് സിറ്റി ലൈഫിലേക്ക് വെഞ്ചർ ചെയ്തുകൊണ്ട് എടുത്തു ചാടിക്കൊണ്ട് സിദ്ധാർത്ഥ ഡിസ്കവേഴ്സ് കമല എന്നൊരു ക്യാരക്ടറിനെ അവിടെ കാണുന്നു. പൂർണ്ണമായും സിറ്റി ലൈഫിൽ മുഴുകയാണ് പിന്നീടുള്ള സംഭവം. അദ്ദേഹം ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഹി ഹാസ് യെറ്റ് സീൻ. ലൈഫിൽ കണ്ട ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ് കമല. സോ കമല എ കേർട്സൺ നോട്ട്സ് Siddhartha's handsome appearance and fast wit, telling him that he must become wealthy to win her affections so that she may teach him the art of love. സ്നേഹത്തിനെന്ന കല പഠിപ്പിച്ചു നൽകാൻ ഇദ്ദേഹത്തെ, ഈ കമലയെ സ്വീകരിക്കാൻ സിദ്ധാർത്ഥന് ചില യോഗ്യതകൾ ആവശ്യമുണ്ട്. ചില ഇഷ്ടംപോലെ പണം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ, ഒരു ഉപാധി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തേടിയുള്ള ഓൾദോ സിദ്ധാർത്ഥ ഡെസ്പൈസ്ഡ് മെറ്റീരിയലിസ്റ്റിക് പെർസ്യൂട്ട്സ് ആസ് സമന, ഒരു സമന എന്ന രീതിയിൽ, അതായത് എല്ലാം പരിത്യജിച്ചിറങ്ങുന്ന സ്വഭാവം സ്വീകരിച്ച സിദ്ധാർത്ഥനാണെങ്കിലും ഹി അഗ്രീസ് നൗ ടു കമലാസ് സജഷൻസ്. ഇപ്പോൾ കമലയുടെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. സോ ഷീ ഡയറക്ട്സ് ഹിം ടു ദ എംപ്ലോയ് ഓഫ് കാമസ്വാമിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചില ലോക്കൽ ബിസിനസ് മാൻ ആൻഡ് ഇൻസിസ്റ്റ് ദാറ്റ് ഹി ഹാവ് കാമസ്വാമി ട്രീറ്റ് ഹിം ആസ് ഈക്വൽ റാദർ ദാൻ ആൻ അണ്ടർലിങ്. കാമസ്വാമി അദ്ദേഹത്തെ ഒരു നല്ല രീതിയിൽ സ്വീകരിക്കുമെന്ന ഒരു ഓഫറും കൂടെ കൊടുക്കുകയാണ്. സോ സിദ്ധാർത്ഥ ഈസിലി സക്സീഡ്സ്. അങ്ങനെ സിദ്ധാർത്ഥൻ വിജയിക്കുന്നു. പ്രൊവൈഡിങ് എ വോയിസ് ഓഫ് പേഷ്യൻസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി വിച്ച് സിദ്ധാർത്ഥ ലേൺ ഫ്രം ഹിസ് ഡേയ്സ് ആസ് എൻ അസെറ്റിക്. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഒരു അസെറ്റിക്കായിട്ട് ജീവിച്ച്, ഒരു പരിത്യാഗിയായി ജീവിച്ച സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു നല്ല സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചു കാമസ്വാമിയുടെ അടുത്ത്. So thus Siddhartha becomes a rich man and Kamala's lover. അങ്ങനെ സിദ്ധാർത്ഥൻ ഒരു നല്ല പണക്കാരനാവുന്നു, കമലയുടെ സ്നേഹനിധിയായ ആളാവുന്നു. സോ ഈ സമയത്ത്, ഈ ഒരു ലക്ഷൂറിയസ് ലൈഫ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും മനസ്സിലാവുകയാണ് ഇതിൽ ഒരു സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ്, അദ്ദേഹം ഉദ്ദേശിച്ച ഫുൾഫിൽമെൻറ്റ് ഇതിൽ നേടാൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയാണ്. സോ ലീവിങ് ദ ഫാസ്റ്റ് പേസ്ഡ് ബസിൽ ഓഫ് ദ സിറ്റി, സിദ്ധാർത്ഥ റിട്ടേൺസ് ടു ദ റിവർ. വീണ്ടും ഈ സിറ്റി ലൈഫിലുള്ള അതിൻ്റെ ഇങ്ങനെയുള്ള ഒരു ലൈഫിൽ നിന്നും ആത്മീയമായ നേട്ടം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ചു പോവുകയാണ്.
അങ്ങനെ റിവറിലൂടെ തിരിച്ചു പോകുന്നു, വളരെ നിരാശപ്പെട്ടുകൊണ്ട്, കണ്ടംപ്ലേറ്റിംഗ് സൂയിസൈഡ്, ജീവിതം അവസാനിപ്പിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്, ആൻഡ് ഫാളിങ് ഇൻ ടു എ മെഡിറ്റേറ്റീവ് സ്ലീപ്പ്, ഒരു മെഡിറ്റേറ്റീവ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടും, ആൻഡ് ഈ സേവ്ഡ് ഓൺലി ബൈ ആൻ ഇന്റേണൽ എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി വേർഡ് ഓം. ഓം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ദ വെരി നെക്സ്റ്റ് മോർണിംഗ് സിദ്ധാർത്ഥ ബ്രീഫ്ലി റീകണക്ട്സ് വിത്ത് ഗോവിന്ദ. അടുത്ത ദിവസം തന്നെ സിദ്ധാർത്ഥ ഗോവിന്ദനുമായി കണക്ട് ചെയ്യുന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. സിദ്ധാർത്ഥ ഡിസൈഡ്സ് ടു ലിവ് the rest of his life in the presence of spiritually inspirational river. ഈ നദിക്കരയിൽ താമസിക്കാനും ഈ ഫെറിമാൻ്റെ ഒക്കെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ് സിദ്ധാർത്ഥ. ദസ് റീയുനൈറ്റ്സ് വിത്ത് എ ഫെറിമാൻ നെയ്മഡ് വാസുദേവ. വാസുദേവൻ എന്ന പേരുള്ള ഈ ഫെറിമാൻ്റെ കൂടെ വീണ്ടും തിരിച്ചെത്തുന്നു. വിത്ത് ഹൂം ഹി ബിഗിൻസ് എ ഹംബ്ലർ വേ ഓഫ് ലൈഫ്. അങ്ങനെ വളരെ ലളിതമായൊരു ജീവിതം അദ്ദേഹത്തിൻ്റെ കൂടെ, വാസുദേവൻ്റെ കൂടെ ജീവിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും വാസുദേവ് അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് റിലേറ്റ്സ് ദാറ്റ് ദ റിവർ ഹാസ് മെനി വോയിസസ്. ഈ റിവറിന് ഒരുപാട് വോയിസ് ഉണ്ട്, വളരെയധികം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റിവർ എന്ന് തിരിച്ചറിയുകയാണ് ഈ വാസുദേവൻ. ഈ കഥകളും ഈ പാഠങ്ങളും ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സം ഇയേഴ്സ് ലേറ്റർ കമല നൗ എ ബുദ്ധിസ്റ്റ് കൺവേർട്ട്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കമല ഇപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് കൺവേർട്ടായിരിക്കുന്ന ആള് ബുദ്ധനെ കാണാൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡിൽ വെച്ചിട്ട്, അക്കമ്പനീഡ് ബൈ ഹർ റിലക്റ്റന്റ് യങ് സൺ വെൻ ഷീ ഈസ് ബിറ്റൺ ബൈ എ വെനമസ് സ്നേക്ക് നിയർ സിദ്ധാർത്ഥ റിവർ. സിദ്ധാർത്ഥയെ ഇപ്പോൾ നിലകൊള്ളുന്ന ആ റിവറിൻ്റെ അടുത്ത് പിന്നെ ഈ കമല വീണ്ടും എത്തിപ്പെടുകയാണ്. ഒരു സ്നേക്ക് കടിച്ച്, പാമ്പിൻ്റെ കടിയേറ്റുകൊണ്ടുള്ളൊരവസ്ഥയിൽ. സോ സിദ്ധാർത്ഥ റെക്കഗ്നൈസസ് ഹർ. സിദ്ധാർത്ഥ അവളെ തിരിച്ചറിയുന്നു. ആ കുഞ്ഞ് കമലയുടെ ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കമലയുടെ മരണത്തിന് ശേഷം സിദ്ധാർത്ഥ attempts to console and raise the furiously resistant boy until one day the child flees altogether. ആ കുഞ്ഞിനെ വളർത്താൻ ശ്രമിക്കുന്നു. സിദ്ധാർത്ഥ ഇപ്പോൾ ഡെസ്പറേറ്റ് ആണെങ്കിലും ഈ ഓടിപ്പോയ കുഞ്ഞിനെ പിടിക്കാൻ കഴിയാതെ വരുന്നൊക്കെ ആണെങ്കിലും വാസുദേവ urges him to let the boy find his own path. അവൻ അവൻ്റെ വഴിക്ക് പോട്ടെ, അവൻ അവൻ്റെ മാർഗം കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാസുദേവൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും, ലിസണിങ് ടു ദ റിവർ വിത്ത് വാസുദേവ, സിദ്ധാർത്ഥ റിയലൈസസ് ടൈം ഈസ് ആൻ ഇല്യൂഷൻ. സമയം എന്ന് പറയുന്നത് വെറും ഒരു ഇല്യൂഷനാണെന്ന് തിരിച്ചറിയുന്നതാണ്. ഓൾ ഓഫ് ദ ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ്, നമ്മുടെ ഈ ഫീലിങ്ങുകളും നമ്മുടെ അനുഭവങ്ങളും, ഈവൻ ദോസ് ഓഫ് സഫറിങ്സ്, നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും തിരിച്ചറിയുകയാണ് ഇവിടെ. ആഫ്റ്റർ സിദ്ധാർത്ഥസ് മൊമെന്റ് ഓഫ് ഇല്ലുമിനേഷൻ, അങ്ങനെ ഈ ഒരു എൻലൈറ്റനിങ്ങിന് ശേഷം വാസുദേവ ക്ലെയിംസ് ദാറ്റ് ഹിസ് വർക്ക് ഈസ് ഡൺ ആൻഡ് ഹി മസ്റ്റ് ഡിപ്പാർട്ട് ഇൻ ടു ദ വുഡ്സ്, ലീവിങ് സിദ്ധാർത്ഥ പീസ്ഫുള്ളി ഫുൾഫിൽഡ് ആൻഡ് വൺസ് മോർ. ഇങ്ങനെ സിദ്ധാർത്ഥൻ കാര്യങ്ങളെ യഥാർത്ഥത്തെ തിരിച്ചറിയുന്നു, എൻലൈറ്റൻഡ് ആവുന്നു. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ് ഗൗതമ hears about the enlightened ferryman and travels to സിദ്ധാർത്ഥ. അങ്ങനെ ഈ ഫെറിമാൻ, എൻലൈറ്റൻഡ് ആയിരിക്കുന്ന ഫെറിമാൻ്റെ കൂടെ സിദ്ധാർത്ഥനുള്ള കാര്യം ഗോവിന്ദ കേൾക്കുന്നു. അങ്ങനെ അവിടെ വരുന്നു. അദ്ദേഹത്തെ തിരിച്ചറിയാൻ ആദ്യം പ്രയാസപ്പെടുന്നുണ്ട് ഗോവിന്ദ. സിദ്ധാർത്ഥൻ ആകെ വേഷം മാറിയിട്ടുണ്ട്, രൂപവും ഭാവവും എല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ ഗോവിന്ദ now elderly Siddhartha to relate his wisdom, and Siddhartha replies that for every true statement there is an opposite one that is also true. ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു വളരെ വിഭിന്നമായ മറ്റൊരു മറുവശമുണ്ട്, അതും ശരി തന്നെയാണ്. ദാറ്റ് ലാംഗ്വേജ് ആൻഡ് കൺഫൈൻസ് ദ ടൈം ലീഡ് പീപ്പിൾ ടു adhere to one fixed belief that does not account for the fullness of the truth. മനുഷ്യർ പലപ്പോഴും കണ്ടെത്തുന്നത് അവൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു ഭാഗം മാത്രമാണെന്നും വിശാലമായ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ അവന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അവൻ്റെ പ്രയാസങ്ങൾക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ബിക്കോസ് നേച്ചർ വർക്ക്സ് ഇൻ എ സെൽഫ് സസ്റ്റെയിനിങ് സൈക്കിൾ. എവറി എൻറ്റിറ്റി ക്യാരീസ് ഇൻ ഇറ്റ് പൊട്ടൻഷ്യൽ ഫോർ ദ ഓപ്പോസിറ്റ്.
അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും കംപ്ലീറ്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. സിദ്ധാർത്ഥ സിംപ്ലി urges people to identify and love the world in its completeness. ഈ ലോകത്തെ തീർത്തും അതിൻ്റെ സമഗ്രമായ അവസ്ഥയെ ഉൾക്കൊള്ളാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നു. ദെൻ റിക്വസ്റ്റ് ഗോവിന്ദ ടു കിസ് ഹിസ് ഓൺ ഫോർഹെഡ്. ദെൻ ഹി ഡസ്. സിദ്ധാർത്ഥ ഗോവിന്ദയോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫോർഹെഡ് ഒന്ന് കിസ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഗോവിന്ദയും ടൈംലെസ് ആയിട്ടുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാടും ആത്മീയതയും ആ ഒരു എൻലൈറ്റൻമെൻറ്റും അവരും കൈവരിക്കുകയാണ്, അതിൻ്റെ ടേസ്റ്റ് അറിയുകയാണ്. സോ ഗോവിന്ദ ബ്ലോസ് ടു ഹിസ് വൈസ് ഫ്രണ്ട് ആൻഡ് സിദ്ധാർത്ഥ സ്മൈൽസ് റേഡിയൻ്റ്ലി. സിദ്ധാർത്ഥ വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നു. ഹാവിങ് ഫൗണ്ട് ദ എൻലൈറ്റൻമെൻറ്റ്. എന്തായാലും സിദ്ധാർത്ഥയും ഗോവിന്ദയും എൻലൈറ്റൻമെൻറ്റിൻ്റെ രുചികൾ അറിയുകയാണ്. ആൻഡ് ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഹി റിയലൈസസ് ഹിസ് ഫാദേഴ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ലവ് വെൻ ഹി ഹിംസെൽഫ് ബിക്കംസ് എ ഫാദർ ആൻഡ് ഹിസ് ഓൺ സൺ ലീവ്സ് ഹിം ടു എക്സ്പ്ലോർ ദി ഔട്ട്സൈഡ് വേൾഡ്. സ്വന്തം മകനും ലോകം ചുറ്റാൻ ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യം വരുന്നു. ഇങ്ങനെ ഒരു സൈക്കിളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹെർമൻ ഹെസ്സെയുടെ ഈ നോവലിൽ ദ ടോട്ടാലിറ്റി ഓഫ് ദ കോൺഷ്യസ് ഈവൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ ഈസ് ഷോൺ ആസ് ദ ബെസ്റ്റ് വേ ടു അപ്രോച്ച് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി ആൻഡ് അറ്റൈൻ എൻലൈറ്റൻമെൻറ്റ്. ജീവിതത്തെ സമഗ്രമായി കാണാനും ജീവിതത്തിൽ വെളിച്ചമായി തീരാനും അതല്ലെങ്കിൽ ഒരു ശുദ്ധമായ ആത്മീയ എൻലൈറ്റൻമെൻറ്റ് സ്റ്റേജിലേക്ക് എത്തുവാനുമുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഹെസ്സേസ് ക്രാഫ്റ്റിംഗ് ഓഫ് സിദ്ധാർത്ഥസ് ജേണി. സിദ്ധാർത്ഥയുടെ ഈ ജേണിയെ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഹെർമൻ ഹെസ്സെയുടെ ഒരു കരവിരുത്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രഗത്ഭമായ പ്രസൻറ്റേഷൻ എല്ലാവരെയും ലോകത്ത് മുഴുവൻ ഒരു വലിയ ഒരു വർക്കാണ് ഹെർമൻ ഹെസ്സെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും അഷ്ടാംഗ മാർഗങ്ങളും അതിനെക്കുറിച്ച് എങ്ങനെയാണ് എൻലൈറ്റൻമെൻറ്റിലേക്ക് എത്തുന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സിദ്ധാർത്ഥ എന്ന നോവലിലൂടെ നമുക്ക് വളരെ സുന്ദരമായ ഒരു കഥ, ആ കഥയിലൂടെയുള്ള ശരിയായ ആത്മീയതയുടെ രുചി നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇത്രയും മാത്രം ഈ ഒരു നോവലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ